സ്വർണ്ണ കവർച്ച കേസ് പ്രതിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ ആശുപത്രിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. നിലവിൽ ശസ്ത്രക്രിയാ വാർഡിൽ തുടരുകയാണ്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? രോഹിണി, ഇന്നലെയാണ് പത്മകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ തുടർന്നാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് പത്മകുമാറുമായിട്ട് അടുത്ത ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ നിലവിൽ ശസ്ത്രക്രിയ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധുക്കളടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാന പ്രതിസ്ഥാനത്ത് വന്ന് ജയിലിലുള്ള ഉള്ളിലായ വ്യക്തി കൂടിയിട്ടായിരുന്നു എ പത്മകുമാർ. അതിനുശേഷം അദ്ദേഹം അങ്ങനെ പൊതുസമൂഹത്തിലേക്കൊന്നും കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പൊതുപ്രവർത്തനവും ഒക്കെ CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയിട്ടായിരുന്നു. ആ രീതിയിലൊന്നും തന്നെ അദ്ദേഹം പിന്നീട് പ്രവർത്തനത്തിൽ നിന്നും ഇറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ മുതൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് CPM പത്മകുമാറിനെതിരായിട്ടുള്ള നടപടികളൊക്കെ കൈക്കൊള്ളുന്ന സാഹചര്യം ഉണ്ടായത്. പത്മകുമാർ നിലവിൽ CPM-ൽ നിന്നും സസ്പെൻഷനിലാണ്. വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ തുടർന്നും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാതെ കാര്യമായിട്ട് പ്രതികരണങ്ങളൊന്നും നൽകാതെ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. അതേസമയം തന്നെ പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നിരവധി ഒളിയമ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങാൻ പോകുന്നു, അതിൽ CPM നേതാക്കൾക്കെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള പരോക്ഷ ഭീഷണികളൊക്കെ അദ്ദേഹം മുഴക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ കടുത്ത നടപടിയിൽ നിന്നും മുക്തമായിട്ടൊരു പാർട്ടി സസ്പെൻഷൻ എന്നുള്ള നടപടിയിലേക്ക് പത്മകുമാർ മാറിയത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും ഇപ്പോൾ ഈ ആരോഗ്യനില വഷളായി ആശുപത്രിയിലായിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. ആശങ്കാജനകമായിട്ടുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അടുത്ത ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. രോഹിണി, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.